ടി.പി. ശ്രീനിവാസൻ നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. സാർ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലാണ് ടെഹ്റാനെ ആക്രമിച്ചിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഇതൊരു ലെസർ ഈവിളാണെന്ന് തോന്നുന്നു. കാരണം അമേരിക്കൻ പ്രിപ്പറേഷൻസ് കണ്ടാൽ റോൾ ഔട്ട് വാറിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നല്ലോ. അപ്പൊ ടോക്സ് കഴിഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. ടോക്സ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് കുറെ കൂടെ ഒരു സീരിയസ് സിറ്റുവേഷൻ ആകുമായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു, അതിനൊരു കൗണ്ടർ അറ്റാക്ക് ഇറാൻ ചെയ്യുന്നതോടുകൂടി ഇത് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അമേരിക്കയുടെ ഡിമാൻഡ്സ് ഒന്നും ഇപ്പോൾ അവർ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒരു മെസ്സേജ് അവർക്ക് ഒരു സീരിയസ് ആണ്, എന്തായാലും ഇസ്രായേൽ തന്നെ ഒരു സിഗ്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അമേരിക്ക അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഫുൾ സ്കെയിൽ വാർ ആകുമായിരുന്നു. ഇതൊരു ലിമിറ്റഡ് അറ്റാക്ക്, അവർ തിരിച്ചും അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി തീരും തൽക്കാലത്തേക്കെങ്കിലും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു സൂചന മാത്രമാണ്, ഈ അറ്റാക്ക് ഒരു പ്രാരംഭമായുള്ള അറ്റാക്ക് മാത്രമാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെയാണ് കാണുന്നത്. ഞാൻ കേട്ടില്ല ന്യൂസ് ഒന്നും. പക്ഷേ ഇത് അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് സമാധാനം നൽകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു ഓൾ ഔട്ട് വാർ ആകുമായിരുന്നു അറിയിക്കാൻ. നമുക്ക് 4 മില്യൺ ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സീരിയസ് ആകുമായിരുന്ന ഒരിതായിരുന്നു. പക്ഷെ അതൊരു ഈ മെസ്സേജിൽ നിൽക്കുമെങ്കിൽ എല്ലാവർക്കും ആശ്വസിക്കാം. പക്ഷെ അതിൽ സാർ, ഈ ഇറാന് ഇത് പ്രതിരോധിക്കാതിരിക്കാൻ മാർഗമില്ലല്ലോ. ഒരു തിരിച്ചടി ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്തുണ്ടാകുമ്പോഴാണല്ലോ ഈ പ്രശ്നം വഷളാകാൻ പോകുന്നത്. അതെ, അത് പക്ഷെ അങ്ങനെ നിൽക്കുമല്ലോ. വൺ ടിറ്റ് ഫോർ ടാറ്റ് അറ്റാക്ക് ആയിട്ട് തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ടി.പി. ശ്രീനിവാസനാണ് ഇപ്പോൾ വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചത്. ഏതായാലും ഈ ഒരു അറ്റാക്ക് ഇസ്രായേലും ഇറാനും മാത്രമായി ആണ് എങ്കിൽ അതിന് ഒരു പരിധി വിട്ടുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത് US-ഉം ഇസ്രായേലും തമ്മിലുള്ള സംയുക്ത ആക്രമണമാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും. അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെയും കാത്തിരുന്ന് കാണേണ്ടി വരികയും ചെയ്യും. ടെഹ്റാനിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലേക്കും ആക്രമണം വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ, ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അത് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ കാരണമാകുന്ന കാര്യത്തിൽ സംശയമില്ല. അത് എങ്ങനെ ഏത് തരത്തിൽ വ്യാപിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നേരത്തെ ടി.പി. ശ്രീനിവാസൻ പറഞ്ഞ പോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഒരു പ്രദേശം കൂടിയാണ് അവിടം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇന്ത്യക്കാരായ നിരവധി ആളുകൾ ഇസ്രായേലിൻ്റെ ഭാഗമായി ഉണ്ട്. അവർക്ക് അത് ഏത് തരത്തിൽ ഈ ആക്രമണത്തെ ഇസ്രായേലിന് അതിജീവിക്കാൻ പറ്റും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും ആക്രമണം ഇപ്പോൾ തുടരുകയാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇസ്രായേലിലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്ന പശ്ചാത്തലമുണ്ട്. സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്നു. ബങ്കറുകൾ തുടരാൻ ജനങ്ങളോട് IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ നമുക്കറിയാം താരതമ്യേന ചെറിയ രാജ്യമാണ്. അവർക്ക് നല്ല ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എങ്കിൽ പോലും ഏത് തരത്തിലാകും ഇറാൻ്റെ തിരിച്ചടി എന്നുള്ളത് അവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഒന്നാണ്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഈ ആക്രമണങ്ങൾക്കുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അമേരിക്കയോട് ചേർന്നുള്ള സംയുക്ത ആക്രമണം എന്ന് പറയുമ്പോൾ ശ്രീ PJ ബിൻസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.